ഇന്ന് നടന്ന ഡിഗ്രി പ്രിലിംസിന്റെ സ്റ്റേജ് 2 പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ആണ് പറയാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടെന്ന് കാണാൻ ശ്രമിക്കണേ. അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? കേരളത്തിലെ പോർച്ചുഗീസ് ശക്തിയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് ശരിയായിട്ടുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാലകൾ പോർച്ചുഗീസുകാരാണ് സ്ഥാപിച്ചത്. ശരിയാണ്. രണ്ടാമത്തെ എന്താണ്? 1524 വാസ്കോഡ ഗാമ കൊച്ചിയിൽ വെച്ച് മരിച്ചു. അദ്ദേഹത്തിന്റെ മൃതദേഹം താൽക്കാലികമായി അവിടെയുള്ള പള്ളിയിൽ അടക്കം ചെയ്തു. അതും ശരിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ അവസാനത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു ഡി ആൽമെഡ. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ 1ഉം 2ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ 1ഉം 2ഉമാണ്. ഒന്നിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഭാഷാശാസ്ത്ര മേഖലയിലെ ആദി ഭാഷ എന്ന കൃതി രചിച്ച വ്യക്തിയുടെ പേര് എന്താണെന്നാണ് വെച്ചിരിക്കുന്നത്. വ്യക്തിയുടെ പേരാണ് ചട്ടമ്പിസ്വാമികളാണ്. ചട്ടമ്പിസ്വാമികളുടെ കൃതിയാണ് ആദിഭാഷ എന്ന് പറഞ്ഞ കൃതി. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി 2 മാത്രം. നോക്കിക്കോണേ, നമ്മളെ തെറ്റിക്കാൻ വേണ്ടി തന്നേക്കുന്നതാണ് കേട്ടോ. ആദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ എന്നിട്ട് പിന്നെ ഓപ്ഷൻസിലാണ് കേട്ടോ. അപ്പം 2 വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി 2 മാത്രം. അപ്പൊ ആൻസർ ഏതാണ്? 2ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. മൂന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഡി ലെനോയെ തിരുവിതാംകൂർ സേനയുടെ കമാൻഡർ ഇൻ ചീഫ് ആയി മാർത്താണ്ഡവർമ്മ നിയമിച്ചു. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തേത്, 1865 പണ്ടാരപ്പാട്ട വിളംബരം ആയില്യം തിരുനാളിന്റെ ഭരണകാലത്താണ് പുറപ്പെടുവിച്ചത്. അതും ശരിയാണ്. 1936 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചപ്പോൾ CP രാമസ്വാമി അയ്യർ തിരുവിതാംകൂറിന്റെ ദിവാനായിരുന്നു. അതും ശരിയാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവ എല്ലാം. നാലാമത്തെ ചോദ്യം നോക്കാം. നാലാമത്തെ ചോദ്യം, 1580 അക്ബറിന്റെ കൊട്ടാരം സന്ദർശിച്ച 1ാം ജെസ്യൂട്ട് മിഷനിൽ താഴെ പറയുന്നവരിൽ ആരൊക്കെ ഉൾപ്പെട്ടിരുന്നു എന്നാണ് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഉൾപ്പെട്ടവര് റുഡോൾഫ് അക്വാവിവയും അതുപോലെ തന്നെ ആന്റണി മോൺ സെറാറ്റുമാണ്. അതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 4ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 2ഉം 4 ആയിട്ടുള്ള ആൾക്കാരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പൊ 4ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. അഞ്ചാമത്തെ ചോദ്യം, 1946 ഇടക്കാല സർക്കാരിൽ ആർക്കാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല നൽകിയത്? ആൻസർ ഓപ്ഷൻ എ സി രാജഗോപാലാചാരിയാണ് കേട്ടോ. 5ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ആറാമത്തെ ചോദ്യം, 1922 ഏക പ്രസ്ഥാനം ഡാഷിൽ ആണ് നടന്നത്. എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി UP-യിലാണ് നടന്നത്. ഏഴാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ വാർധ സ്കീം പ്രകാരം നയി താലീം എന്നറിയപ്പെടുന്ന ദേശീയ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി രൂപീകരിച്ചതാരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ് കേട്ടോ. 7ന്റെ ആൻസർ ഓപ്ഷൻ ഡി സക്കീർ ഹുസൈൻ ആണ്. എട്ടാമത്തെ ചോദ്യം, പ്രസിദ്ധമായ ഒരു ചരിത്ര ശാസ്ത്ര കൃതി തുവാബഖാത്ത് അൽ ഉമാം എന്ന് എഴുതിയതാരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഖാദി സെയ്ദ് അൽ അന്തലൂസിയാണ് കേട്ടോ. 8ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഒൻപതാമത്തെ ചോദ്യം, 19ാം നൂറ്റാണ്ടിൽ ജർമ്മനിയുടെ ഏകീകരണത്തിൽ ഒരു പ്രധാന ഘടകമായി കണക്കാക്കപ്പെടുന്ന സംഭവം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഫ്രാങ്കോ പേർഷ്യൻ യുദ്ധമാണ്. 10ാമത്തെ ചോദ്യം, പാരീസ് കമ്മ്യൂൺ സ്ഥാപിതമായത് എവിടെയാണ് എന്നായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി 1871 കേട്ടോ. 1871. 10ന്റെ ആൻസർ ഓപ്ഷൻ ബി. ഇനി 11ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 11 എന്താണ്? ഭൂമിയുടെ ആന്തരിക കാമ്പിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി നിഫയാണ്. 12 താഴെ പറയുന്ന മീഥെയ്ൻ വാതകങ്ങളിൽ ഏതാണ് ആഗോള താപനത്തിന് കാരണമാകുന്നത്? ആൻസർ ഓപ്ഷൻ എ മീഥെയ്ൻ ആണ്. 13 ഒരു ഭൂപ്രകൃതി ഭൂപടത്തിൽ റിലീഫ് സവിശേഷതകളെ പ്രതിനിധീകരിക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. കോണ്ടൂറുകളാണ്. ഇനി 14ാമത്തെ ചോദ്യം നോക്കാം. കിഴക്കു റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ഏതാണ്? ഓപ്ഷൻ എ ഗുവാഹത്തിയാണ്. 15 ഡാഷിലെ ഒരു സംരക്ഷിത ഇനമാണ് സിംഹവാലൻ കുരങ്ങ് കേട്ടോ. അപ്പൊ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. സൈലന്റ് വാലി നാഷണൽ പാർക്കിലെ ഒരു സംരക്ഷിത ഇനമാണ് സിംഹവാലൻ കുരങ്ങ്. 16 ആത്മനിർഭർ ഭാരത് ലക്ഷ്യമിടുന്നത് എന്താണെന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയല്ല. അതായത് ഇറക്കുമതി ആശ്രയത്വം കുറയ്ക്കുക, വ്യവസായിക മേഖലയിലെ വേഗതയിലുള്ള സാങ്കേതിക വിദ്യ സ്വീകരിക്കുന്നത് ഊന്നൽ നൽകുക, അതുപോലെ തന്നെ കൃഷിയും അനുബന്ധ മേഖലകളും ശക്തിപ്പെടുത്തുക. അപ്പൊ അതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവ എല്ലാം എന്നാണ്. ഇനി 17ാമത്തെ ചോദ്യം, ഏറ്റവും ഉയർന്ന ദ്രവ്യതയുള്ള പണ സ്റ്റോക്ക് അളവ് എത്രയാണെന്നാണ് വെച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്. M1 ആണ്. 18
പലിശ അടയ്ക്കുന്നതിനേക്കാൾ ധനക്കമ്മി കൂടുതലാകുന്നതിനെ ഡാഷ് എന്ന് പറയുന്നത്. എന്താണ് ആൻസർ? ഓപ്ഷൻ സി ആണ്, പ്രാഥമിക കമ്മിയാണ് കേട്ടോ. നമ്മുടെ എക്കണോമിക്സിന്റെ റിവിഷൻ ക്ലാസ്സിൽ ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. 19ാമത്തെ ചോദ്യം നോക്കാം. 19ാമത്തെ ചോദ്യം, മഹലനോമിസ് മാതൃകയെ അടിസ്ഥാനമാക്കിയുള്ള രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് എന്തിനെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചാണ് ഘനവ്യവസായങ്ങളുടെ വളർച്ചയിലായിരിക്കണം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നാണ് കേട്ടോ. 20ാമത്തെ ചോദ്യം, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത് എന്നാണ്. ശരിയല്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഇത് രണ്ടും ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റുകളാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ്, എ, ബി ഇവ രണ്ടും എന്നതാണ്. 21 നിയമനിർമ്മാണ ഉദ്ദേശ്യത്തെ പ്രവർത്തന നയമായി മാറ്റുന്നതിൽ എക്സിക്യൂട്ടീവിന്റെ പങ്ക് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, നയ നിർവഹണമാണ്. 22 വിവരാവകാശ ചട്ടക്കൂടിന്റെ ഏത് സവിശേഷതയാണ് പൊതു അധികാരികളുടെ പൗരമേൽനോട്ടത്തെ ഏറ്റവും ശക്തിപ്പെടുത്തുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, പ്രധാന വിവരങ്ങളുടെ നിർബന്ധിത മുൻകരുതൽ വെളിപ്പെടുത്തലാണ്. ഇനി 23ാമത്തെ ചോദ്യം നോക്കാം. അന്താരാഷ്ട്ര മനുഷ്യാവകാശ ഉടമ്പടികൾ പാലിക്കുന്നുണ്ടോ എന്ന് പ്രധാനമായും നിരീക്ഷിക്കുന്ന അന്താരാഷ്ട്ര സംഘടന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ കൗൺസിലാണ്. 24 ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾ പ്രധാനമായും ഏത് വിപണി പരാജയം പരിഹരിക്കാൻ ലക്ഷ്യമിടുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്, വിവര അസമമിതിയാണ് കേട്ടോ. അടുത്തത് 25 മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിന് ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം നിർണായകമായിരിക്കുന്നത് എന്തുകൊണ്ട്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇത് എക്സിക്യൂട്ടീവ് ഇടപെടലിനെ തടയുന്നു. 26ാമത്തെ ചോദ്യം, 2026-27 കേരള സംസ്ഥാന ബജറ്റ് 2025 നവംബർ മുതൽ ഏത് ഭരണസമിതിക്കാണ് പ്രതിമാസം 1000 രൂപ ഗ്രാന്റ് നടപ്പാക്കിയത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കുടുംബശ്രീ ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റികൾ അഥവാ ADSകൾക്കാണ്. 27 2025 സെപ്റ്റംബറിൽ ഇന്ത്യയുടെ മൈൻസ് സെക്രട്ടറിയായി നിയമിച്ചതാരെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പീയൂഷ് ഗോയലെയാണ്. 28ാമത്തെ ചോദ്യം നോക്കാം. 2025 ജൂണിൽ ICC ക്രിക്കറ്റ് ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മഹേന്ദ്ര സിംഗ് ധോണിയാണ്. 26 16ാം ധനകാര്യ കമ്മീഷനെ കുറിച്ചുള്ള പ്രസ്താവനകൾ പരിഗണിക്കുക എന്നാണ് വെച്ചത്. അപ്പൊ നമുക്ക് നോക്കാം. അരവിന്ദ് പനഗരിയാണ് ചെയർപേഴ്സൺ. ശരിയാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 280 പ്രകാരമാണ് കമ്മീഷൻ രൂപീകരിച്ചത്. അതും ശരിയാണ്. ആൻസർ ഏതാണ്? 29 ആൻസർ ഓപ്ഷൻ സി ആണ്, 1, 2 ഇവ രണ്ടും എന്നുള്ളത്. 30ാമത്തെ ചോദ്യം, ഒരു മിനിറ്റ്. 30ാമത്തെ ചോദ്യം, റോമൻ ഗ്രീക്ക് സംസ്കാരങ്ങളുമായി വിപുലമായ സമുദ്ര വ്യാപാരത്തിന് പേരുകേട്ട പുരാവസ്തു പൈതൃക പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഒരു പുരാതന തുറമുഖ നഗരമാണ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, മുസിരീസ് ആണ്. 31 ഏറ്റവും കൂടുതൽ തവണ മികച്ച ചലച്ചിത്ര ഗാനരചയിതാവിനുള്ള സംസ്ഥാന അവാർഡ് നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ONV കുറുപ്പാണ്. 32 രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ ആരംഭിച്ച ഫക്രാനങ്കൽ അണക്കെട്ടിന്റെ ശില്പി ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, കുൻവേർസേൻ ഗുപ്തയാണ് കേട്ടോ. 33ാമത്തെ നമുക്ക് നോക്കാം. 33 ബാസ്കറ്റ് ബോളിൽ ഗോളുകൾ നേടാൻ ഷൂട്ടിംഗ് ആവശ്യമാണ്. ഷൂട്ടിംഗ് എന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഒരു കഴിവെന്നുള്ളത്. 34 ടെന്നീസിൽ ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ ടെന്നീസ് കളിക്കാരൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ലിയാണ്ടർ പേസ് ആണ്. 35 കേരള കായിക ദിനമായി ആചരിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ എ, ഒക്ടോബർ 13 ആണ്. 36 CV രാമൻ പിള്ളയുടെ ചരിത്ര നോവലുകളെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നുള്ളത്? ഇതിനകത്ത് ശരിയായിട്ടുള്ളത് 1ഉം 3ഉം സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയായിട്ടുള്ളത്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്, 1ഉം 3ഉം മാത്രമാണ്. 37 ശരിയായ പ്രസ്താവന ഏതെന്നാണ് വെച്ചിരിക്കുന്നത് നോക്കാം നമുക്ക്. കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ എഴുതിയ വ്യക്തിയാണ് ജോർജ് വർഗീസ്. ശരിയാണ്. P കുഞ്ഞനന്ദൻ നായരുടെ തൂലികാനാമമാണ് തിക്കോടിയാൻ എന്ന്. ശരിയാണ്. അതുപോലെ തന്നെ EJ ഫിലിപ്പിന്റെ തൂലികാനാമം കോവിലൻ എന്നാണ്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ എ ആണ്, 1, 2 എന്നിവയാണ് ശരിയായിട്ടുള്ളത്. 38 കേരളത്തിലെ ആദ്യത്തെ ശബ്ദ ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, മുതുകുളം രാഘവൻ പിള്ളയാണ്. 39ാമത്തെ ചോദ്യം, ഇനി പറയുന്നവയിൽ ഏതാണ് ഒരു ഗുഹാക്ഷേത്രം എന്നാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, കല്ലിൽ ക്ഷേത്രമാണ്. 40 ഇന്ത്യയിൽ ബിരുദ വിദ്യാഭ്യാസം നേടിയ ആദ്യ ദളിത് മലയാളി വനിത ആരാണ്? ഓപ്ഷൻ എ ആണ്, ദാക്ഷായണി വേലായുധനാണ്. 41 താഴെ പറയുന്ന മെമ്മറി ടൈപ്പുകളെ അവയുടെ ശരിയായ ഉപയോഗമായി പൊരുത്തപ്പെടുത്തുക. നമ്മുടെ കമ്പ്യൂട്ടർ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ചോദ്യമാണ്. ഏതാണ്? DRAM എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രധാന മെമ്മറിയാണ് DRAM എന്ന് പറയുന്നത്. അതുപോലെ തന്നെ SRAM ക്യാഷെ മെമ്മറിയാണ്.
അതുപോലെ തന്നെ ബയോസ് എന്ന് പറയുന്നത് എന്താണ്? ബയോസ് എന്ന് പറയുന്നത് റോമിൽ സ്ഥിരമായി ശേഖരിച്ചു വെക്കുന്നതാണ് ബയോസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രജിസ്റ്ററുകൾ എന്ന് പറയുന്നത് എന്താണ്? CPU-ന്റെ പ്രവർത്തന മെമ്മറിയാണ് രജിസ്റ്ററുകൾ എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ്. A2, B1, C3, D4. 42ാമത്തെ ചോദ്യം, വ്യത്യസ്ത ആശയവിനിമയ പ്രോട്ടോകോളുകളെ പിന്തുടരുന്ന നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കാൻ ഏത് നെറ്റ്വർക്ക് ഡിവൈസുകളാണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, ഗേറ്റ്വേ. ഗേറ്റ്വേയും ബ്രിഡ്ജും റൂട്ടറും സ്വിച്ചും എല്ലാം നമ്മൾ എന്താണ് റിവിഷൻ ക്ലാസ്സിൽ എടുത്തെടുത്ത് പഠിച്ചതാണ് കേട്ടോ. നമ്മുടെ കൂട്ടുകാർക്കെല്ലാം കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. 43ാമത്തെ ചോദ്യം, ലോഗിൻ ക്രെഡൻഷ്യൽ ശേഖരിക്കുന്നതിന് ഒരു സൈബർ കുറ്റവാളി ഒരു ബാങ്കിന്റെ പോർട്ടലിനോട് സാമ്യമുള്ള ഒരു വ്യാജ വെബ്സൈറ്റ് സൃഷ്ടിക്കുന്നു. ഈ പ്രവർത്തനം ഡാഷ് ഏറ്റവും നന്നായി പ്രതിനിധീകരിക്കുന്നത് ഏതാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, ഫിഷിംഗ് ആണ്. ഇതുപോലെ ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ നമ്മൾ ഫിഷിംഗിന്റെ കാര്യം കമ്പ്യൂട്ടറിന്റെ റിവിഷൻ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. 44ാമത്തെ ചോദ്യം, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ മൾട്ടി ടാസ്കിംഗ് പ്രധാനമായി നേടിയെടുക്കുന്നത് ഡാഷ് വഴിയാണ്. ഏത് വഴിയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്രോസസ് ഷെഡ്യൂളിംഗ് വഴിയാണ്. 45, ഒരു കമ്പ്യൂട്ടർ മോണിറ്ററിലെ ഒരു ചിത്രത്തിന്റെ വ്യക്തത ഇവയെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ്. ഏതൊക്കെയാണ്? സ്ക്രീൻ റെസൊല്യൂഷനെ ആശ്രയിച്ചിരിക്കുന്നു, ഡോട്ട് പിച്ചിനെ ആശ്രയിച്ചിരിക്കുന്നു, അതുപോലെ തന്നെ പുതുക്കൽ നിരക്കിനെ ആശ്രയിച്ചിരിക്കുന്നത്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവയാണ്. ഇനി 46നെ നോക്കാം. താഴെ തന്നവയിൽ ഏതാണ് ശാസ്ത്രം ഒരു ചലനാത്മകത പ്രക്രിയയാണെന്ന് ആശയത്തെ പിന്തുണയ്ക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. പുതിയ കണ്ടെത്തലുകൾക്ക് നിലവിലുള്ള വിശദീകരണം പരിഷ്കരിക്കാൻ കഴിയുമെന്നതാണ്. 47, STIP 2020 പ്രകാരം നിർദ്ദേശിക്കപ്പെട്ട ദേശീയ STI നിരീക്ഷണ ലയത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2 മാത്രമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, 3 തെറ്റാണ് കേട്ടോ. ഇപ്പൊ 47ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 48, ഇന്ത്യയിലെ വിഭവ കമ്മിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ് വെച്ചിരിക്കുന്നത്. ഇതിൽ 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 49, ഇന്ത്യയുടെ ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യം ലക്ഷ്യമിടുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഇന്ത്യയെ ആഗോള ഹരിത ഹൈഡ്രജൻ കേന്ദ്രമായി വികസിപ്പിക്കുക. 50ാമത്തെ ചോദ്യം, പ്രാഥമിക ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ശരിയായിട്ട് വരുന്ന 1ഉം 3ഉം സ്റ്റേറ്റ്മെന്റുകളാണ് പ്രൊഫഷണൽ ആൻസർ പ്രകാരം ശരിയായിട്ടുള്ളത്. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം മാത്രമാണ് ശരി. ഇനി നമുക്ക് മാത്സ് ആണ്. മാത്സ് പറയാം. 51ാമത്തെ ചോദ്യം, ഒരു നാലക്ക സംഖ്യയായ 1A4Bയുടെ ഒറ്റ സംഖ്യയായ ബിയുടെയും ഗുണനഫലം 8A2B ആണ്. എ എന്ന അക്കത്തിന്റെ മൂല്യം എന്താണെന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 7 ആണ്. 52ന്റെ ആൻസർ ഓപ്ഷൻ സി, 2/5 ആണ്. 53, ഒരു വിദ്യാർത്ഥി ഒരു പരീക്ഷയിൽ 30% മാർക്ക് നേടി. പരീക്ഷ പാസ്സാവാൻ വിദ്യാർത്ഥി 10% കൂടുതൽ മാർക്ക് ആവശ്യമാണ്. വിജയ ശതമാനം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ, 33%. 54, ഒരാൾ ഒരു നിശ്ചിത തുക 8% സാധാരണ പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് നിക്ഷേപിച്ചു. അതേ തുക വാർഷികമായി 2 വർഷത്തേക്ക് കോമ്പൗണ്ട് ചെയ്തു കഴിഞ്ഞാൽ പലിശ തുകകൾ തമ്മിലുള്ള വ്യത്യാസം നിക്ഷേപിച്ച തുകയുടെ 5% ആയിരിക്കും. കോമ്പൗണ്ട് പലിശ നിരക്ക് കണ്ടെത്തുമെന്നാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, 10% ആണ്. 55, ഇംഗ്ലീഷ് സയൻസ് പരീക്ഷകളിൽ ലഭിച്ച മാർക്ക് 3:2 എന്ന അനുപാതത്തിലും സയൻസ് ചരിത്രം എന്നിവ 3:5 എന്ന അനുപാതത്തിലുമാണ്. ശരാശരി മാർക്ക് 25 ആണെങ്കിൽ ഏറ്റവും ഉയർന്ന മാർക്ക് കണ്ടെത്തുക. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, 30 ആണ്. 56ാമത്തെ ചോദ്യം, ഒരു ഗണിത പുരോഗതിയുടെ 6ാമത്തെ പദം 12 ആണെങ്കിൽ ഒരു ഗണിത പുരോഗതിയുടെ അടുത്തപറ്റി സീരിയസ് ആണ് കേട്ടോ. ആദ്യത്തെ 11 പദങ്ങളുടെ തുക എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 132 ആണ്. 57, ഒരു മരവസ്തു നിർമ്മിക്കുന്നത് ആരം 6ഉം ഉയരം h ഉള്ള ഒരു ഖര സിലിണ്ടറിന്റെ ഓരോ അറ്റത്തു നിന്നും ആരം 6 ഉള്ള അർദ്ധഗോളത്തെ എടുത്ത് ഉപയോഗിച്ചാണ്. വസ്തുവിന്റെ ഉപരിതല വിസ്തീർണം എന്താണെന്നാണ് വെച്ചിരിക്കുന്നത്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, 2πrh + 4πr² ആണ്. 58, എയ്ക്ക് കെട്ടിടത്തിന്റെ ബേസ്മെന്റ് 20 ദിവസം കൊണ്ട് നിർമ്മിക്കാൻ കഴിയും. ബിക്ക് അതേ ജോലി 30 ദിവസം കൊണ്ട് കഴിയും. സിക്ക് ആ ജോലി 60 ദിവസം കൊണ്ടും ചെയ്യാൻ കഴിയും. എ, ബി, സി എന്നിവർ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ബേസ്മെന്റ് നിർമ്മിക്കാൻ എത്ര ദിവസം വേണം? ആൻസർ ഓപ്ഷൻ ഡി, 10 ആണ്. 59, ഒരു കാർ 80 km/മണിക്കൂർ വേഗതയിൽ 120 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അടുത്ത 110 km/മണിക്കൂർ വേഗതയിൽ 110 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അവസാന 90 കിലോമീറ്റർ 60 km/മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്നു. കാറിന്റെ ശരാശരി വേഗത എത്രയാണെന്നാണ് വെച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി, 80 km/മണിക്കൂറാണ്. 60ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ബി ആണ്. 61ന്റെ ആൻസർ ഓപ്ഷൻ സി, ST ആണ് കേട്ടോ. അതുപോലെ തന്നെ 62ന്റെ ആൻസർ ഓപ്ഷൻ ബി, എയിൽ നിന്നും. 63ന്റെ ആൻസർ പുസ്തകം, അറിവ്, ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, ഊർജ്ജമാണ്. 64, ഒറ്റയാനെ കണ്ടെത്തുക. ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, കിലോബൈറ്റ് ആണ്. ഇനി 65ാമത്തെ ചോദ്യം ഏതാണ്? 65ന്റെ ആൻസർ ഓപ്ഷൻ ബി, 40 ആണ്. 66ന്റെ ആൻസർ ഓപ്ഷൻ ബി, ചെറുമകനാണ്.
67ന്റെ ആൻസർ ഓപ്ഷൻ എ തെക്കാണ്. 68ന്റെ ആൻസർ ഓപ്ഷൻ ബി ഞായറാഴ്ചയാണ്. 69ന്റെ ആൻസർ ഓപ്ഷൻ ഡി 6 ആണ്. 70ന്റെ ആൻസർ ഓപ്ഷൻ ഡി 166 ആണ്. ഇനി ഇംഗ്ലീഷ് ആണ് പറയുവാണ്. ഇംഗ്ലീഷ് എന്താണ്? ഐഡന്റിഫൈ ദ സെന്റൻസ് ആണ് വെച്ചിരിക്കുന്നത്. ഈ തന്നിരിക്കുന്ന സെന്റൻസ് എന്താണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഇംപറേറ്റീവ് സെന്റൻസ് ആണ്. 72 എന്താണ്? ഷീ സബ്മിറ്റഡ് എ ഡീറ്റെയിൽഡ് പ്രൊപ്പോസൽ ഫോർ കരിക്കുലം റിഫോം എന്നാണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 73ന്റെ ആൻസർ ഓപ്ഷൻ സി ഈസ് ആണ് വരുന്നത്. അതുപോലെ 74 ക്വസ്റ്റ്യൻ ടാഗിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡിഡിൻ ദേ ആണ് വരുന്നത്. 75ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ദ ഓഫീസർ അവോയ്ഡഡ് ആൻസറിംഗ് ദ ക്വറി ഡയറക്ട്ലി എന്നാണ് വരുന്നത്. 76ന്റെ ആൻസർ ഓപ്ഷൻ എ വെന്റ് ആണ്, ഐ വെന്റ് ടു എ മൂവി യെസ്റ്റർഡേ എന്നാണ്. 77ന്റെ ആൻസർ ഓപ്ഷൻ സി വുഡ് ആണ് വരുന്നത്. 78ന്റെ ആൻസർ ഓപ്ഷൻ ബി അറ്റ് ആണ്. 79ന്റെ ആൻസർ ഓപ്ഷൻ എ പോസിറ്റീവ്. 80ന്റെ ആൻസർ ഓപ്ഷൻ ഡി ദാൻ ആണ് വരുന്നത്. 81ന്റെ ആൻസർ ഓപ്ഷൻ ബി ഡെലിബറേറ്റ് ആണ് വരുന്നത്. 82ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്രൈഡ് ആണ് വരുന്നത്. 83ന്റെ ആൻസർ ഓപ്ഷൻ എ ഹാൻഡിനാണ്. 84ന്റെ ആൻസർ ഓപ്ഷൻ സി ഹാർഡ് വർക്കിംഗ്. 85 ഓപ്ഷൻ സി ഡിസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ 86ന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ഇൻജീനിയസ് ആണ് വരുന്നത്. 87ന്റെ ആൻസർ ടു ബെൽ ദ കാറ്റ് എന്ന് പറയുമ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. എന്താണ്? ടു അണ്ടർടേക്ക് എ റിസ്കി ടാസ്ക് ഫോർ ദ കോമൺ ഗുഡ് എന്നാണ് വരുന്നത്. 88 യുനെസ്കോയുടെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ ആണ് വരുന്നത്. 89 വൺ ഹു വാക്സ് ഇൻ സ്ലീപ്പ് എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, സോമനാപുലിസ്റ്റ് ആണ് വരുന്നത്. 90 വോക്സ് പോപ്പുലി എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, വോയിസ് ഓഫ് ദ പീപ്പിൾ ഓർ പബ്ലിക് ഒപ്പീനിയൻ എന്നാണ്. ഇനി മലയാളമാണ്. 91 നീരദം എന്ന പദത്തിന്റെ ശരിയായ അർത്ഥം എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി മേഘമാണ്. 92 ഏറ്റവും ശരിയായ വാക്യം ഏതാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്, ഒരു ദശാബ്ദമായി തുടരുന്ന ഈ സമ്പ്രദായം. 93 യുവർ പ്രസൻസ് ഈസ് റിക്വസ്റ്റഡ് അറ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് എന്നാണ്. അത് ഉചിത പരിഭാഷ എന്നാണ് വെച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, വാർഷിക പൊതുയോഗത്തിന് നിങ്ങളെ ക്ഷണിക്കുന്നു. 94 അലംഘനീയം എന്ന ഒറ്റപദത്തിന്റെ അർത്ഥം എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ലംഘിക്കാനാകാത്തതെന്നാണ്. 95 കൂട്ടത്തിൽപ്പെടാത്തത് സി ആണ്, മുതലക്കുഞ്ഞിനെ നീന്തൽ പഠിപ്പിക്കേണ്ട. 96 ആഖ്യാന ഭേദം പിരിച്ചെഴുതുക. എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ആഖ്യാനത്തിന്റെ ഭേദം എന്നാണ്. 97 അമ്പ് എന്ന വാക്കിന്റെ സമാനാർത്ഥം ഉൾക്കൊള്ളാത്ത പദം ഏതെന്നാണ് വെച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി തുണിരമാണ്. 98 മരത്തെ പിരിച്ചെഴുതുക എന്നാണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, മരം പ്ലസ് എ ആണ്. 99 ചൂടെ തന്നിരിക്കുന്ന ശരിയായ ജോഡികൾ കണ്ടെത്തുക എന്നാണ്. ഇതിനകത്ത് ശരിയായ ജോഡികൾ ഓപ്ഷൻ സി ആണ്, 3, 4 വേണം. അതായത് വഞ്ചകൻ, വഞ്ചകി, യശസ്വി, യശസ്വിനി എന്നുള്ള ശരിയായിട്ട് 99 സി ആണ്. 100 കൂട്ടത്തിൽ ചേരാത്ത പദം എന്നാണ് വെച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, അധ്യാപകരാണ് കൂട്ടത്തിൽ ചേരാത്ത പദം. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്ന് നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ സ്റ്റേജ് 2ന്റെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ആൻസേഴ്സ്. അപ്പൊ ഈ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം നിങ്ങൾക്ക് എത്ര മാർക്കാണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതോടൊപ്പം തന്നെ ഈ ഒരു മാർക്ക് ചെയ്ത PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇടുന്നതാണ്. ടെലഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ മാക്സിമം ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്തിട്ട് ഈ ഒരു PDF വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇട്ടേക്കാം. അപ്പൊ അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കുക. അപ്പൊ എത്ര മാർക്കാണ് ലഭിച്ചെന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം പുതിയൊരു ക്ലാസ്സുകളും നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, റിവിഷൻ ക്ലാസ്സുകളൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു ഓൾ.